നടൻ സെയ്ഫ് അലി ഖാൻ ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ഡോക്ടർമാരുടെ മൊഴിയും ആശുപത്രി രേഖകൾ തമ്മിൽ പൊരുത്തക്കേടുകൾ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ആശുപത്രി രേഖകൾ പുറത്തുവന്ന കാര്യം അതൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ 2:30 സെയ്ഫ് അലി ഖാന് കുത്തേറ്റു എന്നാണ് ആശുപത്രി രേഖകളിൽ പറയുന്നത്. പക്ഷേ സെയ്ഫ് അലി ഖാനെ ആശുപത്രിയിൽ എത്തിക്കുന്നത് അതായത് സംഭവം അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തരാം. സംഭവം നടന്ന അന്ന് ആ വീട്ടില് 12 നിലയുള്ള അപ്പാർട്ട്മെന്റ് ആണ്. ഈ 12 നിലയിലും ഇവര് തന്നെയാണ് താമസിക്കുന്നത്. ഇതില് 11ാമത്തെ നിലയിലാണ് സംഭവം നടക്കുന്നത്. അന്ന് ഈ വീട്ടിലുണ്ടായിരുന്നത് സെയ്ഫ് അലി ഖാന്റെ ഭാര്യയായിട്ടുള്ള കരീന കപൂർ, അവരുടെ മക്കള്, 5 ജോലിക്കാര്. ഈ അക്രമിയെ ആദ്യം കണ്ടത് അവിടുത്തെ ജോലിക്കാരിയായ ഏലിയാമ്മ ഫിലിപ്പാണ്. ഏലിയാമ്മ ഫിലിപ്പിനോട് 1 കോടി രൂപയാണ് അക്രമി ആവശ്യപ്പെട്ടത്. പക്ഷെ ഇത് സെയ്ഫ് അലി ഖാന്റെ മൊഴി എടുത്തപ്പോൾ സെയ്ഫ് അലി ഖാനോട് അക്രമി 7 കോടി രൂപയാണ് ആവശ്യപ്പെട്ടത് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പോൾ സംഭവം നടക്കുന്ന അന്ന് താനും കരീന കപൂറും വേറെ റൂമിലായിരുന്നുവെന്നും മകന്റെ മുറിയിൽ നിന്നും ഈ ഏലിയാമ്മ ഫിലിപ്പ് ബഹളം വെച്ചതിനെ തുടർന്നാണ് സെയ്ഫ് അലി ഖാൻ അങ്ങോട്ടേക്ക് ഓടിച്ചെല്ലുന്നത്. ഓടിച്ചെന്ന് അക്രമിയെ മുറുകെ പിടിച്ചുവെന്നും അക്രമി കത്തിയെടുത്ത് തുരുതുര കുത്തി ആ സമയത്ത് പിടിവെട്ടുവെന്നും പക്ഷെ എന്നിട്ട് പതരാതെ സെയ്ഫ് അലി ഖാൻ അക്രമി ഒരു റൂമിലിട്ട് പൂട്ടിയെന്നും ആ റൂമിന്റെ ഉള്ളിൽ കൂടി ഈ അക്രമി രക്ഷപ്പെടുകയായിരുന്നു എന്നുമാണ് മൊഴി. സെയ്ഫ് അലി ഖാൻ ആക്രമിച്ച് ആശുപത്രിയിൽ എത്തിയപ്പോൾ തന്നെ ഇത് വളരെ വലിയ ന്യൂസായി മാറിയല്ലോ. അപ്പൊ അതിനുശേഷം പോലീസ് പ്രതിക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിലായിരുന്നു. പക്ഷെ ഈ സെയ്ഫ് അലി ഖാന്റെ വീട്ടില് 6ാമത്തെ നിലയിലുള്ള CCTV മാത്രമാണ് വർക്ക് ചെയ്യുന്നുള്ളൂ. മറ്റു നിലകളിലൊന്നും CCTV വർക്ക് ചെയ്യുന്നില്ല. ഈ 6ാമത്തെ നിലയിലെ CCTVയിലാണ് പ്രതിയുടേതെന്ന് കരുതുന്ന ഒരു ദൃശ്യം പോലീസിന് ലഭിക്കുന്നത്. മുഴുവൻ ക്രിമിനലുകളെയും പരിശോധിച്ചു മുംബൈ പോലീസ്, എന്നിട്ടും ഒന്നും കിട്ടിയില്ല. അപ്പോൾ പിന്നീടുള്ള വാർത്തകൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ചുരുക്കി പറഞ്ഞുതരാം. ഈ ഒരു പ്രതി രക്ഷപ്പെട്ടതിന് ശേഷം വസ്ത്രം മാറി ആ ബാഗ് മാത്രം മാറ്റിയില്ല, അതേ സെയിം ബാഗ് പുറത്തിട്ടുകൊണ്ട് നടന്നു. പിന്നെ പോയിട്ട് ഭക്ഷണം കഴിച്ചു. അങ്ങനെ ഈ ഒരു ബാഗ് കേന്ദ്രീകരിച്ചിട്ടാണ് പോലീസ് പ്രതിയെ പിടിച്ചിരിക്കുന്നത്. സെയ്ഫ് അലി ഖാന് ആക്രമണം നടന്നോ എന്ന് സംശയമുണ്ട് എന്ന് തന്നെയാണ് മഹാരാഷ്ട്ര മന്ത്രി നിതീഷ് റാണയുടെ സംസാരം. സെയ്ഫ് അലി ഖാന് കുത്തേറ്റതാണോ അതോ ഇത് ഒരു അഭിനയമാണോ? സത്യാവസ്ഥ പുറത്തു വരേണ്ടിയിരിക്കുന്നു എന്ന്. അതിനെ ഒരു ബംഗ്ലാദേശി അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഈ ബംഗ്ലാദേശി ഇങ്ങനെ അതീവ സുരക്ഷയുള്ള ഒരു കെട്ടിടത്തിൽ കയറി എങ്ങനെയാണ് ആക്രമിച്ചത് എന്നത് തെളിയേണ്ടിയിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ജനുവരി 16 പുലർച്ചെയാണ് മോഷ്ടാവിൽ നിന്നും സെയ്ഫ് അലി ഖാന് കുത്തേൽക്കുന്നത്. പുലർച്ചെ 2:30 കുത്തേറ്റ സെയ്ഫ് അലി ഖാനെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത് 4:11 ഹോസ്പിറ്റൽ റെക്കോർഡിൽ പറയുന്നത്. ബാദ്രയിലെ സെയ്ഫ് അലി ഖാന്റെ വീട്ടിൽ നിന്നും 2 കിലോമീറ്റർ ദൂരെയാണ് സെയ്ഫ് അലി ഖാൻ അഡ്മിറ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ ഉള്ളത്. അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ എത്തിച്ച ഓട്ടോ ഡ്രൈവർ റാണ, എല്ലാവരും കണ്ടു കാണും ആ ഒരു വ്യക്തിയുടെ വീഡിയോ ഒക്കെ. അപ്പൊ ഈ ഓട്ടോ ഡ്രൈവർ റാണ പറയുന്നത് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് 5 മിനിറ്റ് അല്ലെങ്കിൽ കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഒരു 7 മിനിറ്റ് വരെയാണ് വരികയുള്ളൂ എന്നാണ് പറയുന്നത്. കാരണം അതിരാവിലെയാണ്, ട്രാഫിക് ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അതായത് ഗുരുതരമായി പരിക്കേറ്റു എന്ന് പറയുന്ന സെയ്ഫ് അലി ഖാൻ 2:30 കുത്തേറ്റിട്ട് 4:11 ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുന്നത്. അപ്പം ഏകദേശം 2 മണിക്കൂർ വ്യത്യാസത്തിലാണ് ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുന്നത്. അങ്ങനെ കുത്തേറ്റ് 6 മണിക്കൂറിന് ശേഷം 8:50 പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. സെയ്ഫ് അലി ഖാന് ഹോസ്പിറ്റലിൽ ആകെ ചെലവായ തുക എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയാണ്. പക്ഷെ അദ്ദേഹം ഇൻഷുറൻസ് ക്ലെയിം ചെയ്തത് 36 ലക്ഷം രൂപയ്ക്കാണ്. ഇൻഷുറൻസ് കമ്പനി അപ്പൊ തന്നെ സെയ്ഫ് അലി ഖാന് ഇൻഷുറൻസ് തുകയും കൊടുത്തു. 25 ലക്ഷമാണ് കൊടുത്തത്. മാത്രമല്ല വളരെ മേജർ ആയിട്ടുള്ള 2 സർജറിയാണ് സെയ്ഫ് അലി ഖാന് കഴിഞ്ഞത് എന്നാണ് വിവരം. അപ്പൊ ആ ഒരു വലിയ സർജറിക്ക് ശേഷം എങ്ങനെ സെയ്ഫ് അലി ഖാൻ ഇങ്ങനെ ഓടിച്ചാടി ആരാധകർക്ക് നേരെ കൈയൊക്കെ കാണിച്ച് വളരെ ആരോഗ്യവാനായിട്ട് നടക്കാൻ കഴിയുന്നു? അതും സംശയത്തിന്റെ നിഴലിലാണ്. അതായത് 16-ാം തീയതി കുത്തേറ്റ് ഈ 2 മേജർ സർജറിയും കഴിഞ്ഞ് 20-ാം തീയതി എങ്ങനെ കൈവീശി ആരാധകർക്ക് ഇടയിലൂടെ ഈ സെയ്ഫ് അലി ഖാന് നടന്നു പോകാൻ കഴിയുന്നു? അതാണ് സംശയത്തിന്റെ നിഴലിലേക്ക് വന്നിരിക്കുന്നത്. ജനുവരി 16 പുലർച്ചെ സെയ്ഫ് അലി ഖാന്റെ വീട്ടിൽ നടന്ന സംഭവങ്ങളും അതിന്റെ തുടർച്ചയുമാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ പ്രധാന ചർച്ച. 6 കുത്തേൽക്കുക, അതിനുശേഷം 11ാം നിലയിൽ നിന്നും താഴെയെത്തി ഓട്ടോറിക്ഷയിൽ. അപ്പൊ നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ, 2 മേജർ സർജറി കഴിഞ്ഞ ഒരു വ്യക്തിയുടെ ലക്ഷണമോ ഇത്രയും ഗുരുതരമായിട്ടുള്ള മുറിവുകൾ ഉണ്ടായ ഒരു വ്യക്തിയുടെ ലക്ഷണമോ അദ്ദേഹത്തിന് കാണുന്നില്ല. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ശരീരത്തിൽ 6 മുറിവ് ഉള്ളതായിട്ടാണ് പറഞ്ഞത്. പിന്നീട് റിപ്പോർട്ടിൽ ഇത് 5 മുറിവായിട്ട് മാറി.
അതിലും ഒരു പന്തികേടുണ്ട്. ഒരു മുറിവ് വളരെ ഗുരുതരമായിരുന്നു, 6 മണിക്കൂറോളം ശസ്ത്രക്രിയ നടത്തിയെന്നും പറയുന്നുണ്ട്. ഇത്രയും ഗുരുതരമായ പരിക്കു പറ്റിയ ആൾ വെളുപ്പിന് 2:30 മുതൽ 4:11 വരെ എന്തിന് കാത്തിരുന്നു? അതുപോലെ തന്നെ നേരത്തെ അദ്ദേഹത്തിന്റെ മകനാണ് ഹോസ്പിറ്റലിൽ എത്തിച്ചത് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ റിപ്പോർട്ടിൽ അദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ പേരാണ് വന്നിരിക്കുന്നത്. സെയ്ഫ് അലിഖാന്റെ കൂടെ സെയ്ഫ് അലിഖാന്റെ സുഹൃത്ത് അഫ്സൽ സെയ്ദിയാണ് വന്നിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. സെയ്ഫ് അലിഖാനെ കുത്തി പരിക്കേൽപ്പിച്ചതിന് ശേഷം പ്രതി പുറത്തിറങ്ങി ഡ്രസ്സൊക്കെ മാറി ഇതേപോലെ ഫുഡൊക്കെ കഴിച്ച് വളരെ കൂളായി ആ നാട്ടിൽ കൂടെ തന്നെ കറങ്ങി നടക്കും എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. അപ്പം അതിലും എന്തോ ഒരു ദുരൂഹത ഉള്ളത് പോലെയാണ് പറഞ്ഞു വരുന്നത്. അതുപോലെ തന്നെ ഇത്രയും സുരക്ഷാ സംവിധാനമുള്ള ആ ഒരു കെട്ടിടത്തിൽ എങ്ങനെ പുറത്തുനിന്ന് ഒരാൾ കയറി? അത്രയും ജോലിക്കാരുണ്ട്, ഇവരൊരാൾ പോലും കാണാതെ പ്രതി എങ്ങനെ അവരുടെ വീടിനുള്ളിൽ എത്തി? ഇങ്ങനെയൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ഉയരുകയാണ്. അപ്പോൾ കുത്തൊരു വലിയ ക്വസ്റ്റ്യൻ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അറിയേണ്ടത് ആരാണ് ശരിക്കും കുത്തിയത്, എന്തിനു വേണ്ടിയിട്ടാണ് കുത്തിയത്, എങ്ങനെ?